സിമ്പിളായിട്ടുള്ള ചെറിയൊരു പ്ലോട്ടിനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പടമാക്കി മാറ്റിയിട്ട്, അതും ചെറിയ ബഡ്ജറ്റിൽ. ഈ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റൊക്കെ കേട്ട 600-700 കോടി വെച്ചെടുത്ത പടത്തിൻ്റെ ആ ഒരു ലെവൽ ഓഫ് മേക്കിങ്ങിൽ വരുന്നതാണ്. സോ ഡൊമിനിക് അരുൺ, ഒരു ഹാറ്റ്സ് ഓഫ്. കിടിലൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ പോക്കായിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, വരുന്ന ക്യാമിയോസ് ആയിക്കോട്ടെ, ഇനി പടത്തിൻ്റെ എന്തൊരു യൂണിവേഴ്സ് പോലെയാണ് പോകുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു മിത്തായിട്ടുള്ള ഒരു യക്ഷി കഥ. ഓക്കെ, ഞാൻ പറയാം, പണ്ടൊക്കെ കല്യങ്കാട്ട് നീലി എന്ന് പറഞ്ഞൊരു യക്ഷി ഉണ്ടായിരുന്നു. ആ യക്ഷിൻ്റെ കഥ പ്രോപ്പർലി ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റി, ആ സൂപ്പർ ഹീറോസിനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലൻ ഉണ്ടാക്കി. ഒരുപാട് മലയാളത്തിലെ നടൻസ്, അതായത് കല്യാണി, നസ്ലിൻ, ചന്തു സലികുമാർ, പിന്നെ അതുപോലെ തന്നെ അർജുൻ. നസ്ലിൻ ചെയ്ത ക്യാരക്ടറാണ് പടം കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വേറെ 2 സൈഡിൽ നിന്നും കഥ 2-3 സൈഡിൽ നിന്നായിട്ട് വന്നിട്ട് ഒന്നിക്കുന്നൊരു കഥയാണ്. ഒരുപാട് മലയാളത്തിലെ നടന്മാർ വന്നിട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് പറയാൻ പറ്റില്ല, മേ ബി കുറേ ആൾക്കാർ പടം കണ്ടിട്ടുണ്ടാവില്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈറ്റ് സീക്വൻസും BGMസും. പടം തുടങ്ങണ തന്നെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ലൈറ്റിംഗ് കണ്ടിച്ച് ഒരു നിയോൺ, ഒരു ട്രിപ്പി മൂഡ്, ഒരു പബ്ബ്, അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് സെറ്റപ്പ് എന്നാണ് പടം തുടങ്ങുന്നത്. ബട്ട് നമുക്ക് ബോറടിക്കാതെ എൻഡ് വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുടെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവി എന്നല്ലേ? യെസ്, നിമിഷ് രവി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമിനിക് അരുൺ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി, ഒരു ലാഗും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഗും ഇല്ലാണ്ട് സിമ്പിളായിട്ട് പോയി. അതുപോലെ തന്നെ നമുക്ക് BGM ചെയ്തത് ജേക്സ് ബിജോയ്. എന്താ പറയുക, ഒരു ഫസ്റ്റത്തെ ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ ഉണ്ട്, കുറച്ചൊരു ഇംഗ്ലീഷ് ടച്ച് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനായിട്ട് ചെയ്തു. പിന്നെ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ അത് കുട്ടിക്കാലം ചെയ്തിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, പേര് അറിയില്ല, ബട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും കിടിലാണ്. ഒന്നിനെ പറ്റി നെഗറ്റീവായിട്ട് പറയാനല്ല, പടത്തിൻ്റെ റിവ്യൂ പറയുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. എന്തുകൊണ്ടും ഈ ഒരു പ്രോപ്പറായിട്ടുള്ള എനിക്ക് തുടങ്ങാൻ പറ്റിയൊരു പ്രോപ്പറായിട്ടില്ല. കാരണം മലയാളത്തിൽ നിന്ന് ഈ ഒരു പടം വരിക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പടം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ഒരുപാട് ക്യാമിയോസ് ആണെന്നുണ്ടെങ്കിലും 1 അല്ല 2 അല്ല 3 അല്ല അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയത് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ നെഗറ്റീവ് അല്ല, ബട്ട് എന്താ സാധനം എന്ന് വെച്ചാൽ ഒരു 2 സീനിൽ മാത്രം കാണിച്ചു പോകുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോപ്പുലർ ആയിട്ടുള്ള നടന്മാരുണ്ട്. എന്താ പറയുക, ഈ വർഷം ക്യാമിയോസ് പ്രതീക്ഷിച്ച് പോയ കുറേ പടത്തിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൂലിയൊക്കെയാണ്, അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. സോ ഇതിൽ അത് കിട്ടി. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഫൈറ്റ് സീക്വൻസ് ആവട്ടെ, സ്റ്റോറി ലൈൻ ആവട്ടെ, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാം, കോസ്റ്റ്യൂംസൊക്കെ ഒരു മോഡേൺ ടൈപ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സാധനം അങ്ങോട്ട് കിട്ടി. ചില എന്താ പറയുക, സൂപ്പർ ഹീറോ മൂവീസിലൊക്കെ ഉണ്ടല്ലോ ആവശ്യമില്ലാണ്ട് കുറേ രക്ഷിക്കുന്ന സംഭവങ്ങളൊക്കെ, ഇതിൽ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ബട്ട് സാധനം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നൈസ് പടം. അപ്പം എന്തായാലും പോയി കണ്ടു നോക്കുക. എൻ്റെ ഫസ്റ്റ് റിവ്യൂ ആണിത്. സോ നെക്സ്റ്റ് പടത്തിൻ്റെ റിവ്യൂവിൽ കാണാം. ബൈ.